ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ സർക്കാർ ആദരിക്കും. ശനിയാഴ്ചയായിരിക്കും ചടങ്ങ്. പരിപാടിയുടെ ലോഗോ പ്രകാശനം നാളെ മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ തേടിയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എത്തിയത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം ഒന്നാകെ ഒരു അഭിമാന നിമിഷമാണ്. അതിലൊരു ആഘോഷ പരിപാടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ആദരിക്കൽ ചടങ്ങ് എന്നുള്ള നിലയിൽ സർക്കാർ കൂടി രംഗത്ത് വരികയാണ്. പരിപാടികൾ എങ്ങനെയായിരിക്കും ക്രമീകരിക്കുക? ലഭ്യമാകുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഉമേഷ് ബാലകൃഷ്ണൻ. എന്തായാലും മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ മോഹൻലാലിനെ സർക്കാർ ഔദ്യോഗികമായി ഒരു ആദരവ് നടത്താൻ പോകുന്നു. ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ചടങ്ങ് നടക്കുക. ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ അടക്കമുള്ളവർ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് വേദി നിലവിൽ നിശാഗന്ധിയിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇതിൽ തുടർ കലാപരിപാടികൾ അടക്കമുണ്ടാകും. എന്തായാലും ഈ ഔദ്യോഗിക ചടങ്ങുമായി ബന്ധപ്പെട്ട്, ഔദ്യോഗിക ആദര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ ഈ ആദരവിൻ്റെ ലോഗോ പ്രകാശനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ വെച്ച് നടത്തുന്നുണ്ട്. നാളെ അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലായിരിക്കും തുടർ നടപടികൾ, എന്തെല്ലാം മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയെല്ലാം തീരുമാനിക്കുക. എന്തായാലും സർക്കാർ ഔദ്യോഗികമായി ഒരു ആദരിക്കൽ ചടങ്ങ് മോഹൻലാലിന് നൽകുന്നു. ശനിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ചടങ്ങ് നടക്കുക. രജത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.